ബെന്നീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏഴാറ്റുമുഖം ഭാഗത്തുള്ള വിവിധ വ്യൂ പോയിൻറ്റ്സ് ആണ്. അതായത് ആതിരപ്പള്ളി സൈഡിലേക്ക് പോകുമ്പോൾ ചാലക്കുടി പുഴയുടെ വലത് കരയിലൂടെയുള്ള യാത്രയാണ്. നമ്മുടെ ചാനൽ ബെന്നീസ് വ്ലോഗ്സ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏഴാറ്റുമുഖം അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനും ഇക്കോ ടൂറിസത്തിനുമാണ് പ്രശസ്തം. തുമ്പൂർമൊഴി ഡാം, ബട്ടർഫ്ലൈ ഗാർഡൻ, മനോഹരമായ ചാലക്കുടി നദീതീരങ്ങൾ എന്നിവ കാണാൻ ഈ പ്രദേശത്ത് നിരവധി വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. ഏഴാറ്റുമുഖത്തിൻ്റെ കഥയും ചരിത്രവും. ഏഴാറ്റുമുഖം എന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ്. ഞങ്ങൾ ഏഴാറ്റുമുഖത്തേക്ക് പോയപ്പോഴത്തേനും കണ്ട ഒരു വീഡിയോ ആണ് ഇപ്പം പകർത്തിയിരിക്കുന്നത്. തൂണുകൾ, പില്ലറുകളിൽ പൊക്കി പണി തീർത്തിരിക്കുന്ന ഒരു വീട്, അതിൻ്റെ സൈഡിൽ ഒരു മലഞ്ചെരുവ് നിറയെ പൈനാപ്പിൾ, ഏക്കർ കണക്കിന് പൈനാപ്പിൾ തോട്ടങ്ങൾ. അപ്പോൾ അവിടെ നിർത്തി ആ വീഡിയോ ഒന്ന് പകർത്തി. ഇത് ഏഴാറ്റുമുഖം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ഇതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഏഴാറ്റുമുഖം എത്തിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോകളാണ്. ഇവിടെ എല്ലാം എണ്ണപ്പന തോട്ടങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ പോകുന്ന ഈ ചാലക്കുടി ആറിൻ്റെ സൈഡ് വഴിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു കടവ് പോലെയുള്ള സ്ഥലമാണ്. കടവല്ല, ഒരു വളഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മാത്രം കല്ലില്ല, കരിങ്കല്ലില്ല. ബാക്കി മിക്ക ഭാഗത്തും എല്ലാം കല്ലാണ്. ഇവിടെ മുഴുവൻ ഈ ഇങ്ങനൊരു വളവ് ഭാഗത്ത് മാത്രം കല്ലില്ല. അവിടെ നല്ല ഈ ആഴത്തിലുള്ള വെള്ളമുണ്ട്. രണ്ടുപേർ അവിടെ ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ച് ഇവിടുത്തെ കാര്യങ്ങളിപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ഭാഗം സന്ദർശിക്കുന്നത്. അപ്പോൾ അന്നേരം അങ്ങനെയാണ് നമ്മൾ അപ്പുറത്തെ ചാലക്കുടി നിന്ന് ആ സൈഡ് വഴി, ഈ ആറിൻ്റെ ലെഫ്റ്റ് സൈഡ് വഴിയുള്ള കരവഴി നമ്മൾ ആതിരപ്പള്ളിക്ക് പോയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡ് വഴി ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇതിലൂടെ യാത്ര ചെയ്ത് സിൽവർ സ്റ്റോമിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാലമുണ്ട്, അതിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. ഇവിടെ ഒരു ഓഫീസ് പോലെയുണ്ട്. ഈ നമ്മളിവിടെ ഈ ആതിരപ്പള്ളിയുടെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും, ഈ ഏഴാറ്റുമുഖത്തേക്ക് പോകുമ്പോഴത്തേനും ഇവരുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പേരൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. തിരിച്ചു വരുമ്പോഴത്തേനും നമ്മുടെ ഒരു സീരിയൽ നമ്പർ അവർ തരും. തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ സീരിയൽ നമ്പർ നമ്മൾ പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ പിന്നെ അവരോട് ഇറങ്ങി വണ്ടി ഇരുന്ന് പറഞ്ഞിങ്ങനെ പോന്നാൽ മതി. തിരിച്ചു വരുമ്പോഴത്തേനുള്ള അവരെപ്പോഴും അത് നോട്ട് ചെയ്യുന്നുണ്ട്. മുഴുവൻ ഈ എണ്ണപ്പന തോട്ടങ്ങളാണ്. വഴിയുടെ ഇരു സൈഡും തോട്ടങ്ങളാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ആ തീരത്തിൻ്റെ താഴെ ഇങ്ങനെ ചാലക്കുടി പുഴ ഒഴുകുന്നത്. ഇപ്പം വേനൽക്കാലമായതുകൊണ്ട്, ഡിസംബറിലായതുകൊണ്ട് ഇങ്ങനെ വെള്ളം കുറവാണ്, തീരെ കുറവാണ്. ഇങ്ങനെ പതിയെ കുറേശ്ശെ ഒഴുകി പോകുന്നു. നിറയെ കരിങ്കല്ലുകൾ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള കോട്ടയൊക്കെയുള്ള മീനച്ചിലാറിൻ്റെയൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോഴത്തേനും ഇത് നിറയെ കരിങ്കല്ലുകളാണ്. കരിങ്കല്ലിൻ്റെ ഒരു ചെതറി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മുഴുവൻ കല്ലുകൾക്ക് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഏഴാറ്റുമുഖത്തിൻ്റെ കഥയും ചരിത്രവും. ഏഴാറ്റുമുഖം എന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ഗ്രാമമാണ്. ഏഴാറ്റുമുഖം എന്ന പേര് 7 മുഖങ്ങൾ അല്ലെങ്കിൽ 7 നദീമുഖങ്ങൾ എന്നതിനെ സൂചിപ്പിക്കുന്നതായി കരുതപ്പെടുന്നു. പേരിൻ്റെ ഉത്ഭവ കാരണങ്ങൾ. ചില ചരിത്രകാരന്മാരും പ്രാദേശികരും ചാലക്കുടി നദി ഈ പ്രദേശത്ത് 7 ശാഖകളായി പിരിഞ്ഞ് വീണ്ടും സംഗമിക്കുന്നതായി കരുതുന്നു. ഈ പ്രത്യേക വൈവിധ്യമാണ് ഏഴാറ്റുമുഖം എന്ന പേരിന് പിന്നിലെ കാരണം എന്നാണ് ചിലർ പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. ഏഴാറ്റുമുഖം ചാലക്കുടി നദിയുടെ തീരത്തുള്ള പ്രകൃതി സുന്ദരമായൊരു ഗ്രാമമാണ്. ഇത് തൃശ്ശൂർ, എറണാകുളം ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. സമീപം തുമ്പൂർമൊഴി റിസർവോയറും ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. മഴക്കാടുകളും മലഞ്ചെരുവുകളുള്ള ഈ പ്രദേശം വനംവകുപ്പിൻ്റെ പരിധിയിലാണ്. ഇടവിട്ട് പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യത്യാസങ്ങളും പ്രദേശത്തെ ജലപ്രവാഹത്തെ ബാധിക്കുന്നു. നമ്മൾ പോയ വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോഴത്തേനും അവിടെ നിർത്തി കുറച്ച് വീഡിയോ എടുക്കുവാണ്. ഈ ഭാഗത്ത് നിന്നാൽ നമ്മുടെ ഈ ചാലക്കുടി പുഴ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞൊഴുകി താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ്. ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണിത്. ഈ നിറയെ പാറകളാണ്. അതിൻ്റെ ഇടയിലുള്ള വഴിയിലൂടെയാണ് ഇപ്പം വെള്ളം ഒഴുകുന്നത്. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് അവിടെ ആറ്റിൽ വെള്ളം തീരെ കുറവാണ്.
അപ്പോൾ നമ്മൾ കാണുന്ന പാറകളും നിറയെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അതിനിടയിലൂടെ ഇതിലൂടെ ഒഴുകാനുള്ള വെള്ളമേ ഇപ്പോൾ ഉള്ളൂ. വർഷകാലത്താണെങ്കിൽ ഈ പാറകളൊന്നും കാണാത്ത രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി നിറയെ നിരന്ന് ഒഴുകി വരും. നമ്മളവിടെ ഒരു പാലം കണ്ടു. അത് സിൽവർ സ്റ്റോം എന്നുള്ള വാട്ടർ തീം പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വെറ്റിലപ്പാറ പാലമാണ്. ഈ വഴിയെ നമ്മൾ നേരെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ സൈഡ് വഴി മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ പിന്നെ റൈറ്റ് സൈഡിലേക്ക് അവിടെ വേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതുവഴി പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇടതുവശത്തേക്ക് പോയാൽ ഈ വെറ്റിലപ്പാറ പാലമാണ്. ആ പാലം ക്രോസ് ചെയ്ത് ലെഫ്റ്റിൽ ചെന്നാൽ ഈ സിൽവർ സ്റ്റോം എന്നുള്ള തീം പാർക്കിൻ്റെ അവിടെ എത്താം. അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയാൽ ആതിരപ്പള്ളി, വാഴച്ചാൽ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ, മലക്കപ്പാറ അങ്ങനെയുള്ള ആ ഒരു റൂട്ടാണ്. നമ്മൾ ഈ പാലം കടന്ന് ഇവിടെ ചെന്നിട്ട് പാലം കടന്നിട്ട് നേരെ ആതിരപ്പള്ളിക്കാണ് പോയത്. അടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ, കേരളത്തിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളാണിവ. മലക്കപ്പാറ ചായത്തോട്ടങ്ങളും വന്യജീവി സങ്കേതങ്ങളും, പിന്നെ പറമ്പിക്കുളം ദേശീയോദ്യാനം പ്രകൃതി പ്രിയർക്കുള്ള വലിയ വനമേഖലയാണ്. ഇവിടുത്തെ ഏഴാറ്റുമുഖം പരിസര പ്രദേശങ്ങളും പ്രധാനമായും കൃഷിയാണ് വരുമാനമാർഗം. റബ്ബർ, ഏലം, കാപ്പി, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ വളരുന്നു. സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസത്തിൻ്റെയും ചെറിയ വ്യവസായങ്ങളുടെയും പങ്ക് കൂടുതലാണ്. സഞ്ചാരികൾ അറിയേണ്ട വിവരങ്ങൾ എത്താൻ കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ലഭ്യമാണ്. മികച്ച സമയങ്ങൾ ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെ മഴക്കാലവും ശൈത്യകാലവുമാണ് ഏറ്റവും മനോഹരമായ കാലം. നദിയിൽ കുളിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ജലപ്രവാഹം വളരെ കൂടുതലായിരിക്കും. നമ്മൾ അവിടെ ആ പാലത്തിൻ്റെ അക്കരയിലേക്ക് എത്തി അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ പാലത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. റൈറ്റ് സൈഡിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നേരെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇതെല്ലാം ഈ എണ്ണപ്പന വച്ചിരിക്കുന്ന ഓയിൽ പാം ഇന്ത്യയുടെ തോട്ടങ്ങളാണ്. ഇവ സന്ദർശിക്കേണ്ട ആൾക്കാർ പ്രകൃതി സ്നേഹികൾ, ട്രെക്കിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി പ്രേമികൾ, കുടുംബസമേതം വിനോദസഞ്ചാരം ആഗ്രഹിക്കുന്നവർ, കൃഷിയും പരിസ്ഥിതിയും പഠിക്കാൻ താല്പര്യമുള്ളവർ. ഇത് വെറ്റിലപ്പാറ ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ബ്രിഡ്ജ് നമ്മളിപ്പോൾ ഈ വെറ്റിലപ്പാറ ബ്രിഡ്ജ് വഴി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളിക്കുള്ള വഴിയിലേക്ക് കിടക്കുകയാണ്. നമ്മളിത് നേരെ ചെല്ലുന്ന സിൽവർ സ്റ്റോമിൻ്റെ അങ്ങോട്ടാണ്. ഇപ്പോൾ ഇതാണ് വെറ്റിലപ്പാറ ബ്രിഡ്ജ് എന്നുള്ള സ്ഥലം. ഇതിൻ്റെ സൈഡിലെല്ലാം നിറയെ ഇങ്ങനെ കടകളാണ്. വഴി സൈഡിൽ നിറയെ കടകളാണ്. ഈ തട്ടുകടകൾ പോലെയുള്ള കടകളാണ് മുഴുവൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആതിരപ്പള്ളിയിലെ വേനൽക്കാലത്തെ ഡിസംബർ മാസത്തിലെ ആതിരപ്പള്ളിയിലെ കാഴ്ചകളാണ്. ഈ പിന്നെ നദി വറ്റി വരുമ്പോഴത്തേനുമുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.